മാധ്യമപ്രവർത്തകനായിരുന്ന KM ബഷീർ, അദ്ദേഹം വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിട്ട് വർഷങ്ങളായി. ആ കേസുമായി ചേർത്ത് വെച്ചുകൊണ്ട് ചില അട്ടിമറി ശ്രമങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ ആരോപിക്കപ്പെട്ടിരുന്നു. രക്തപരിശോധനയ്ക്ക് വൈകി, അതുപോലെ തന്നെ രക്തപരിശോധനയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിൽ പോയി കേസ് പല രീതിയിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണവും പരാതിയുമൊക്കെ ബഷീറിന്റെ കുടുംബമടക്കം മാധ്യമപ്രവർത്തകരടക്കം നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഈ കേസ് വിചാരണ തുടങ്ങാനിരിക്കെ പ്രോസിക്യൂട്ടറെ മാറ്റി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നത്. ഇതും ഒരു അട്ടിമറി നീക്കമാണെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത KM ബഷീറിന്റെ ഒരു അടുത്ത ബന്ധു ഇപ്പോൾ ആരോപിക്കുകയാണ്, പരാതിയായി വരികയാണ്. മുന്നറിയിപ്പൊന്നുമില്ലാത്ത പ്രോസിക്യൂട്ടർ കേസിൽ നിന്ന് ഒഴിവായി. അതെങ്ങനെയാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മറ്റന്നാൾ വിചാരണ തുടങ്ങാനിരിക്കെ ആണ് അപ്രതീക്ഷിത നീക്കം. സംഭവത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ബഷീറിന്റെ ബന്ധുക്കൾ എന്ന സൂചനയുണ്ട്. തുടക്കം മുതൽ ഈ കേസിൽ ആശങ്കയാണ്. ഇതുവരെയും പ്രതിഭാഗം വിചാരിക്കുന്ന രീതിയിലാണ് കോടതി നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും ബഷീറിന്റെ ബന്ധു ആരോപിക്കുന്നു. ഈ വർഷം ഏപ്രിൽ 14-ന് കേസ് ഷെഡ്യൂൾ ചെയ്തിരുന്നതാണ്. അന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ എന്ന അഭിഭാഷകനാണ്. ഓഗസ്റ്റ് 1-ന് കേസ് പരിഗണിക്കാനിരിക്കെയാണ് പ്രവീൺ കുമാർ ഒഴിഞ്ഞ് മറ്റൊരു പ്രോസിക്യൂട്ടറെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വ്യവസ്ഥാപിത നടപടികളിലൂടെ അല്ലാതെ കൂലി തൊഴിലാളികളെ മാറ്റുന്നത് പോലെയാണ് പ്രോസിക്യൂട്ടറെ മാറ്റുന്നത്. കേസ് അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കം നടക്കുന്നു എന്ന് ആശങ്കപ്പെടുന്നു എന്നും ബന്ധു ഒരു മാധ്യമത്തോട് പറഞ്ഞു. തിരുവനന്തപുരം 4ാം അഡീഷണൽ സെഷൻസ് കോടതി ഓഗസ്റ്റ് 1-ന് കേസിൽ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് ഈ ആരോപണം ഉയരുന്നത് എന്നത് പ്രധാനമാണ്. പ്രോസിക്യൂട്ടറെ മാറ്റുന്നത് ആഭ്യന്തര വകുപ്പും ജില്ലാ കളക്ടറുമാണെന്നിരിക്കെ നിലവിലുള്ള പ്രോസിക്യൂട്ടർ ഒഴിഞ്ഞതും പുതിയൊരു പ്രോസിക്യൂട്ടറെ ചുമതലപ്പെടുത്തിയതിലും ദുരൂഹതയുണ്ട്. IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമൻ മാത്രമാണ് കേസിലെ പ്രതി. സംഭവം നടന്ന് 7 വർഷം പൂർത്തിയാകാനിരിക്കെയാണ് കേസിൽ ഇപ്പോൾ വിചാരണ നടക്കാനിരിക്കുന്നത്. അതിപ്രധാനമായ ഈ വിചാരണ നടപടികളുടെ ഈ സമയത്താണ് ഇപ്പോൾ ഈ ഒരു കേസിൽ പ്രോസിക്യൂട്ടറെ മാറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ സ്വയം ഒഴിവായിരിക്കുന്നത്. 2019-ലാണ് ഓഗസ്റ്റ് 3-നാണ് KM ബഷീർ തിരുവനന്തപുരത്ത് വാഹനമിടിച്ച് കൊല്ലപ്പെട്ടത്. പുലർച്ചെ തിരുവനന്തപുരത്ത് മ്യൂസിയത്തിന് സമീപം ശ്രീറാം വെങ്കട്ടരാമൻ എന്ന IAS ഉദ്യോഗസ്ഥൻ ഓടിച്ച കാറാണ് ബഷീറിനെ ഇടിച്ചത് എന്നുള്ളതാണ് എന്ന പരാതിയായി ഉയർന്നത്. തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരടക്കം ഈ കേസുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഒരുപാട് ഫോളോ അപ്പുകളും ഒരുപാട് പരാതികളും നൽകി. അതുപോലെ മാധ്യമപ്രവർത്തകരുടെ സംഘടനകളും മാധ്യമ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ അതിശക്തമായി രംഗത്തിറങ്ങുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഈ കേസിലൊക്കെ തന്നെ ഈ പ്രതിഭാഗത്തിന് അനുകൂലമായ നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് ഈ ബന്ധു ആരോപിക്കുമ്പോൾ ഈ കേസ് വീണ്ടും അട്ടിമറിക്കാനുള്ള നീക്കമാണോ എന്നാണ് പൊതുവിൽ സംശയിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും വെറുതെ നിന്ന ഒരു മാധ്യമപ്രവർത്തകൻ, മദ്യലഹരിയിലായിരുന്നു എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇത്തരത്തിൽ വളരെ വേഗത്തിൽ വാഹനം ഓടിച്ചുവന്ന് ഇടിച്ച് തെറിപ്പിച്ച് KM ബഷീർ കൊല്ലപ്പെടുകയായിരുന്നു. തീർച്ചയായിട്ടും ഇത് ഇപ്പം മനഃപൂർവ്വമില്ലാത്ത നരഹത്യയോ മനഃപൂർവ്വമുള്ള നരഹത്യയോ ഏത് കേസിലാണ് ഇത് പെടുത്തിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇനിയിപ്പോൾ വിചാരണയ്ക്ക് ഈ കേസ് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ബോധ്യമാവുകയുള്ളൂ. കേസിൻ്റെ മറ്റ് നടപടികളെക്കുറിച്ചും ഉള്ള കാര്യങ്ങളെക്കുറിച്ചുമുള്ള കോടതിയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യമില്ല, കൂടുതൽ ചർച്ച ചെയ്യാനും പറ്റില്ല. ഏതായാലും KM ബഷീറിന്റെ കുടുംബത്തിന് തീർച്ചയായിട്ടും നീതി ലഭിക്കണം. അദ്ദേഹം യുവാവായ വ്യക്തിയായിരുന്നു, മാധ്യമപ്രവർത്തകനായിരുന്നു. ഈ കേസ് അട്ടിമറിക്കാൻ എന്തെങ്കിലും ഒരു ശ്രമം ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയേണ്ടത് സർക്കാർ സംവിധാനങ്ങളുടെ നിയമ സംവിധാനങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തമാണ് എന്നതിൽ തർക്കമില്ല.